നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അർബഉ മൻ കുന്ന ഫീ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. 4 കാര്യങ്ങൾ ആരിലുണ്ടോ, 4 സവിശേഷതകൾ ആരിലുണ്ടോ, 4 ഗുണങ്ങൾ ആരിലുണ്ടോ, ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അല്ലാഹു അവർക്ക് സ്വർഗ്ഗലോകത്ത് ഒരു മണിമന്ദിരം നിർമ്മിച്ചു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 4 കാര്യങ്ങൾ ആരിലുണ്ടോ അവർക്ക് സ്വർഗത്തിലൊരു വീട്. ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിലൊരു വീട്. ആരാ 4 പേര്? ആരാ 4 പേര്? നല്ലപോലെ മനസ്സിലായിക്കോ, നല്ലപോലെ മനസ്സിലാക്കും. അല്ലാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. من كان عصمة أمره لا إله إلا الله. ഒരു മനുഷ്യന്റെ വിചാരങ്ങൾ അല്ലാഹുവേ 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 നീയല്ലാതെ ഒരു ഇലാഹില്ല നാഥാ, നീയാണ് ഞങ്ങളുടെ സൃഷ്ടാവ്, നീയാണ് ഞങ്ങളുടെ രക്ഷിതാവ്, നീയാണ് ജഗത്തിന്റെ ഉടമ, നീയാണ് ഞങ്ങൾക്ക് ഭക്ഷണം നൽകുന്നവൻ, നീയാണ് ഞങ്ങളെ സംരക്ഷിക്കുന്നവൻ, നീയാണ് ഞങ്ങളെ സഹായിക്കുന്നവൻ, നീയാണ് രോഗം നൽകുന്നവൻ, ആ രോഗത്തെ ശിഫയാക്കുന്നവനും നീയാണ് അല്ലാഹ്. അവന്റെ വിചാരങ്ങളെല്ലാം അല്ലാഹുവല്ലാതെ ഒരു ഇലാഹില്ല എന്ന് ആരാണോ ഉറപ്പിച്ച് വിശ്വസിക്കുന്നത്, മരിക്കുന്നത് വരെ അതേ അവസ്ഥയിൽ മരിച്ചാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗലോകത്ത് അല്ലാഹു അവനൊരു കെട്ടിടം നിർമ്മിച്ചു കൊടുക്കുമെന്ന്, ഒരു ഭവനം നിർമ്മിച്ചു കൊടുക്കുമെന്ന്, ഒരു പുര കെട്ടിക്കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നല്ല വീട് വേണോ? ഇവിടെ ഒരു വീട് പുര കെട്ടണമെങ്കിൽ 50 ലക്ഷം റുപ്യ, 1 കോടി റുപ്യ, 1.5 കോടി റുപ്യ, 2 കോടി റുപ്യ വേണം ഇവിടെ നമുക്കൊരു പുര കെട്ടണമെങ്കിൽ അല്ലേ. 50 ലക്ഷം റുപ്യ ഇല്ലാതെ നമ്മൾ കസറോട്ടാർ എങ്ങനെ പുര കെട്ടുക? 25 ലക്ഷം റുപ്യക്ക് പുര കെട്ടിയാൽ നമ്മൾ പറയണം ഒരു 60 ലക്ഷം റുപ്യ ആയപ്പാ, കുറച്ചാ 60 ലക്ഷം റുപ്യ ആയി എന്ന് പറഞ്ഞെങ്കിൽ നമുക്കൊരു റാഹത്ത് കിട്ടുള്ളൂ. 25 ലക്ഷം ഇച്ചിരി പറയണം, ഫഖ്റാക്കണം. സ്വർഗത്തിൽ നമുക്ക് നല്ല പുര കിട്ടും. അല്ലാഹു തആല പറയാ ഫ്രീ ആയിട്ട് മണിമുത്ത് കൊണ്ടാണ് സ്വർഗത്തിലെ പറയുന്നത്. നല്ല സൂപ്പറാ. അവിടെ എ സി ഒന്നും പറ്റിയണ്ട, നല്ല റാഹത്ത്, നല്ല പാങ്ങിൽ, നല്ല മണിയെല്ലാം മുത്തെല്ലാം ഫിറ്റ് ചെയ്ത് ഓരോരോ റൂമിൽ നല്ല സുന്ദരിമാരാണല്ലോ ഫിറ്റ് ചെയ്ത്. ഇവിടെ ഒരു പെണ്ണല്ലേ ഉള്ളൂ. അവിടെ നീ ആഗ്രഹിക്കുന്ന പെണ്ണുങ്ങന്മാർ ചോദിക്കൂ. അതുകൊണ്ട് ഞാൻ പറയുന്നില്ലേ, സൂര്യലിംഗങ്ങളെ കുറിച്ച് തന്നെ പെണ്ണുങ്ങന്മാർക്ക് ചോദിക്കൂലേ, അതുകൊണ്ട് എന്താ ഖാലിദിച്ച അതുകൊണ്ട് പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് ആ റൂമിൽ അവിടെയൊക്കെ നല്ല ഹൂർലിങ്ങളെയൊക്കെ വെച്ചിട്ട് നമുക്കൊരു ദിവസം ഹൂർലിങ്ങളെ കുറിച്ചുകൂടെ പ്രസംഗിക്കണം കേട്ടോ. ഒരു ദിവസം സ്വർഗ ഹൂറികളെ കുറിച്ച് ഒരു ദിവസം പ്രസംഗിക്കണം. സ്വർഗത്തിലെ അനുഭൂതികൾ എന്താ ഉന്നയിച്ചേ, നല്ല റാഹത്തോടെ പ്രസംഗിക്കണം ഇൻഷാ അല്ലാഹ്. അപ്പൊ അങ്ങനെ സ്വർഗ്ഗലോകത്തെ മണിമന്ദിരം അല്ലാഹു നൽകും. എന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിക്കുന്ന സമയത്തും ആ ഒരു വാക്കുച്ചരിക്കണം, എങ്കിൽ ഇൻഷാ അല്ലാഹ് അവന് കിട്ടും. രണ്ടാമത് വൈദാ അസാബതുഹു മുസീബ ഖാല ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആർക്കെങ്കിലും ഒരു മുസീബത്ത് വന്നാൽ, ആർക്കെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നാൽ, ആർക്കെങ്കിലും ഒരു പരീക്ഷണങ്ങൾ കടന്നു വന്നാൽ അവര് പറയട്ടെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ പരീക്ഷണങ്ങളെല്ലാം അല്ലാഹുവിൽ നിന്ന് വന്നതാണ്. അല്ലദീന ഇദാ അസാബതുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു മുസീബത്ത് വന്നാൽ, ഒരിടങ്ങേറ് വന്നാൽ, ഒരു പരീക്ഷണങ്ങൾ വന്നാൽ, ആരെങ്കിലും മരണപ്പെട്ടാൽ, ആരെങ്കിലും രോഗിയായി മാറിയാൽ ഖാലു അവര് പറയട്ടെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മുസീബത്താണ്, മരണം മുസീബത്താണ്, രോഗം മുസീബത്താണ്, കറണ്ട് പോകുന്ന മുസീബത്താണ്, വീട് ഇടിഞ്ഞു വീടിലും മുസീബത്താണ്, ആക്സിഡന്റ് ഉണ്ടായാലും മുസീബത്താണ്. ഇത് കേട്ടാൽ നമ്മൾ പറയണം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവിടെ ഒരു കൊല നടക്കുന്നു, അടി നടക്കുന്നു, കേട്ടാൽ അവിടെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മുടെ വണ്ടി ആക്സിഡന്റ് ആയി, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കറണ്ട് പോയി, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മ ഇതൊന്നും പറയൂല. നമ്മൾ പറയുന്നത് എന്താ, ആരെങ്കിലും മരിച്ചാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ചെറുക്കളം മൊഹീദ്ദീൻ പള്ളിയിലെ മുൻ പ്രസിഡന്റ് ഔക്കറിച്ച മരിച്ചുപോയി, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. യാ അല്ലാഹ്, അതാ പറയല്ലേ, അല്ല വേറെ എന്തെങ്കിലും ആവശ്യം പറയോ? പറയാറില്ലാരും. അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹു പറയുന്ന വാക്കെന്താ, ഒരു മുസീബത്ത് വന്നാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പോയി ടെസ്റ്റ് ചെയ്തു, മംഗലാപുരത്ത് ഹോസ്പിറ്റൽ ടെസ്റ്റ് ചെയ്തു, ക്യാൻസർ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നഊദു ബില്ലാഹി, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒരു ടെസ്റ്റിൽ അങ്ങനെ വന്നു, നമ്മുടെ മാനസികമായി നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു രോഗം വന്നു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് പറയേണ്ട വാക്കാണ്.
അപ്പൊ അടുത്തിരിക്കുന്ന പെണ്ണുങ്ങന്മാര് പറയും, ഞങ്ങള് മരിച്ചില്ലല്ലോ, ഞങ്ങൾ പിന്നെ എന്തിനാ ഇന്നാലില്ല രാജ്യം പറഞ്ഞ നിങ്ങൾ മരിച്ചില്ല. അല്ല ഉസ്താദ് പറഞ്ഞ നീ കേട്ടിക്കെ, ഉസ്താദ് പറഞ്ഞ കേട്ടില്ല. ഒരു മുസീബത്തല്ല രോഗം, ഇങ്ങനെ ക്യാൻസറിന്റെ ചെറിയ അടയാളങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പൊ അത് കേട്ട് ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി അങ്ങനെ പറഞ്ഞാൽ ഒരു പക്ഷെ അല്ലാഹു അതെടുത്ത് മാറ്റും. ഉലൈക അലൈഹിം സ്വലാത്തും മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. അങ്ങനെ പറയുന്നവർക്ക് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള കാരുണ്യമാണ്. അവരാണ് സന്മാർഗ സച്ചരിതർ, അവരാണ് അല്ലാഹുവിന്റെ മാർഗത്തിൽ ക്ഷമിച്ചവര്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നൊരു പരീക്ഷണം വന്നാൽ അവര് പറയട്ടെ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവര് പറയട്ടെ. അങ്ങനെ പറഞ്ഞാൽ എന്താ കിട്ടുക? ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിലൊരു വീട്. രണ്ട്, ഇദാ അഅതാ ശൈആ ഖാല അൽഹംദുലില്ലാഹ്. അല്ലാഹു ഒരു പുര നൽകി, അല്ലാഹു ഒരു വാഹനം നൽകി, അല്ലാഹു സമ്പത്തിൽ അഭിവൃദ്ധി നൽകി, അല്ലാഹു നല്ല മക്കളെ നമുക്ക് നൽകി. നമ്മളൊരു കട തുടങ്ങിയപ്പോൾ ആ കടയിൽ നല്ല കച്ചവടം നൽകി. നമ്മളൊരു പണിയെടുത്തപ്പോൾ ആ പണിയിൽ നല്ല ലാഭം നൽകി. അങ്ങനെ ഒരുപാട് നന്മകൾ അല്ലാഹു നമുക്ക് നൽകുമ്പോ ഖാല അവൻ പറയട്ടെ അൽഹംദുലില്ലാഹ്. സകല സ്തുതി അല്ലാഹുവിനാണ്, നിഖില സ്തുതി അല്ലാഹുവിനാണ്, സങ്കീർത്തനങ്ങൾ അല്ലാഹുവിനാണ്, പ്രകീർത്തനങ്ങൾ അല്ലാഹുവിനാണ്. അല്ലാഹുവേ, നീയാണ് എനിക്ക് നൽകിയത്, നീയാണ് എന്നെ വിജയിപ്പിച്ചത്, നീയാണ് എന്നെ സന്തോഷിപ്പിച്ചത്, നീയാണ് എനിക്ക് മക്കളെ നൽകിയത്, നീയാണ് എനിക്ക് എന്റെ കച്ചവടത്തിൽ അഭിവൃദ്ധിയും ലാഭവും നൽകിയത്. അൽഹംദുലില്ലാഹ്. നമുക്ക് കിട്ടിയ അനുഗ്രഹത്തിന്റെ പേരിൽ ആരെങ്കിലും അല്ലാഹുവിനെ സ്തുതിച്ചാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അല്ലാഹു ആ സ്തുതിയുടെ പേരിൽ സ്വർഗ്ഗലോകത്തൊരു കൊട്ടാരം പണിത് കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മുടെ കഴിവുണ്ടൊന്നല്ല. ഞാൻ 25 വർഷം ഗോവയിൽ പോയി പണിയെടുത്തത് കൊണ്ടാണ് എനിക്ക് ഇത്രയും കിട്ടിയത്. ഇന്ന് ആരും അഹങ്കരിക്കൊന്നും വേണ്ട, അല്ലാഹ് നിനക്ക് തന്നതാണ്. നിന്നെ ഗോവയിൽ, നിന്റെ റിസ്ക് അല്ലാഹ് ഗോവയിൽ വെച്ചിട്ടുണ്ട്, നീ അവിടെ പോയി വാങ്ങാൻ അല്ലാഹ് പറഞ്ഞത്. ഞാൻ 50 വർഷം ഞാൻ ദുബായിൽ പോയിട്ടാണ് എനിക്കത് കിട്ടിയത്. ഇല്ല, നിനക്ക് അല്ലാഹു വെച്ച റിസ്ക് ദുബായിലാണ്, അവിടെ പോയി വാങ്ങാൻ അല്ലാഹ് നിന്നോട് പറഞ്ഞു. നിനക്ക് അല്ലാഹ് അവിടെ കൈ നിറയെ തന്നു, പറ അൽഹംദുലില്ലാഹ്. ദുബായിലും പോയില്ല, ഗോവയിലും പോലെ ചെറുക്കളത്ത് നിന്ന് തന്നെ ഞാൻ ഉണ്ടാക്കി കാശ്. ഞാൻ രാവിലെ ഇറങ്ങും, കഷ്ടപ്പെടും, വെയിലുകൊള്ളും, ത്യാഗം സഹിക്കും, 10 മണിക്ക് പുറയിലേക്ക് തിരിച്ചു പോകും. അല്ലാഹ് എനിക്ക് അങ്ങനെ തന്നാണ്. ഇല്ല, സ്വന്തം നാട്ടിൽ തന്നെ അല്ലാഹു നിനക്ക് റിസ്ക് വെച്ചിട്ടുണ്ട്, നിന്നെ അല്ലാഹ് ദൂരെ എങ്ങും വിട്ടില്ല. ദുബായിക്കാരനും ഗോവക്കാരനും പറയുന്നതിനേക്കാൾ കൂടുതൽ നീ അല്ലാഹുക്ക് ശുക്ർ ചെയ്യണം. സ്വന്തം നാട്ടിൽ തന്നെ നിനക്ക് അല്ലാഹു റിസ്ക് തന്നു, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് പറയണം 2 പ്രാവശ്യം, മറ്റൊരൊക്കെ ഓരോ പ്രാവശ്യം. അപ്പൊ നമുക്ക് കിട്ടിയ അനുഗ്രഹത്തിനൊന്നും എന്റെ കഴിവുകൊണ്ടാണ്, എന്റെ കഴിവ് അങ്ങനെ പറയരുത്. അള്ളാഹു നമുക്ക് തന്ന നിഅമത്ത്, ഒരു വണ്ടിയാകട്ടെ, ഒരു കടയാകട്ടെ, ഒരു വീടാകട്ടെ, ഒരു സമ്പത്താകട്ടെ, ഒരു കുട്ടിയാകട്ടെ, ഒരു പൈതലാകട്ടെ, ആ കുട്ടിയെ കിട്ടിയാലും നമുക്ക് നല്ല ഒരു ഭാര്യയെ കിട്ടിയാലും നല്ലൊരു ഭർത്താവിനെ കിട്ടിയാലും അൽഹംദുലില്ലാഹ് ശുക്ർ, അല്ലാഹു ശുക്ർ, അല്ലാഹു ശുക്ർ ചെയ്താൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിലൊരു വീട് അല്ലാഹു പണിത് കൊടുക്കും. ഫ്രീ ആയിട്ട് കിട്ടാൻ. മൂന്നാമത് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇദാ അദ്നബ ഒരാൾ ഒരു പാപം ചെയ്തു കഴിഞ്ഞാൽ ആ പാപത്തിൽ നിന്ന് മോചനത്തിന് വേണ്ടി അല്ലാഹുവിനോട് അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ എന്റെ പാപം നീ മാപ്പാക്കണേ റബ്ബേ, എന്നോട് ഞാൻ പശ്ചാത്തപിക്കുന്നു, പൊറുക്കലിനെ തേടുന്നു എന്ന് ആരെങ്കിലും ഒരു പാപം ചെയ്ത ഉടനെ പറഞ്ഞാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അല്ലാഹുവിന് സ്വർഗ്ഗത്തിൽ ഒരു വീട് പണിത് കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി.